ഓക്കെ, ഡീപ്പ് ഫൗണ്ടേഷൻ അതിൻ്റെ അകത്ത് വരുന്ന പാർട്സാണ് എലമെൻറ്റ്സ് ഓഫ് വെൽ ഫൗണ്ടേഷൻ. അതിൻ്റെ ഓരോരോ കമ്പോണൻസും പിന്നെ ആ വെൽ ഫൗണ്ടേഷൻ എങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ പ്ലേസ് ചെയ്യുന്നതും പിന്നെ ഓരോരോ എലമെൻറ്റ്സിൻ്റെ പേർപ്പസസും അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ യൂസസും കൂടിയാണ് ഈ സെക്ഷനിൽ വരുന്നത്. അത് ഞാൻ ജസ്റ്റ് തീരെ വായിച്ചിട്ട് ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. When the soil at or near the ground surface is not capable of supporting a structure, deep foundations are required to transfer the loads to a deeper strata. Okay? Deep foundations are therefore used when surface soil is unsuitable for shallow foundation and a firm strata is so deep that it cannot be reached economically by shallow foundations. The most common type of deep foundations are piles, piers, caissons. The mechanism of transfer of the load to the soil is essentially the same in all the types of deep foundations. The deep foundation is generally much more expensive than a shallow foundation. It should be adopted only when shallow foundation is not feasible. In certain situations, a fully compensated floating raft may be more economical than a deep foundation. ഓക്കെ, എന്നൊക്കെ പറഞ്ഞാൽ ഷാലോ ഫൗണ്ടേഷൻ ഡെപ്തിൽ സോയിലിന് ഈ പറയുന്ന എന്തുവാ ലോഡ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലാണ് നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡീപ്പ് ഫൗണ്ടേഷൻസ് 3 എണ്ണമാണ് മെയിൻലി ഉള്ളത്. ഒന്ന് പൈൽസ്, ഒന്ന് പിയേഴ്സ്, പിന്നെ കേസൻസ്. ഓക്കെ, പൈൽസ് എന്ന് പറഞ്ഞ മോഡ്യൂൾ 5 ഡീറ്റെയിൽ പഠിക്കുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ഫ്ലോട്ടിംഗ് മറ്റേ ഇതിനകത്ത് പറഞ്ഞ പോലെ ഒരു ഡീപ്പ് ഫൗണ്ടേഷൻ പണിയുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും ഒരു റാഫ്റ്റ് വെച്ചിട്ട് നമ്മൾ നേരത്തെ തൊട്ടുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഫ്ലോട്ടിംഗ് ഫൗണ്ടേഷനായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് അങ്ങനെ വരുമ്പോഴത്തേക്കും ദ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഇസ് മച്ച് ലെസ്സർ ഇൻ ദാറ്റ് കേസ് റാദർ ദാൻ എ ഡീപ്പ് ഫൗണ്ടേഷൻ. പക്ഷേ ചില കേസസിൽ റാഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രിഡ്ജസ്, അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന എന്തുവാ ഡാംസ്, അല്ലെങ്കിൽ ഈ വെള്ളത്തിനൊക്കെ റിവറിൻ്റെ അകത്ത് നമ്മൾ പണിയുന്ന ഓരോ സ്ട്രക്ചേഴ്സ് അല്ല, മെയിൻലി ബ്രിഡ്ജസ്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് റാഫ്റ്റ് അല്ല, നമുക്കൊരു പെർട്ടിക്കുലർ പിയർ അല്ലെങ്കിൽ ഒരു കോളം ഇങ്ങനെ താഴോട്ട് പോകണം. അപ്പോൾ ആ കോളം നമുക്ക് എവിടെയെങ്കിലും മീൻസ് റെസ്റ്റ് ചെയ്യണം. അപ്പം ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ റിവേഴ്സിൻ്റെ കടിയിലുള്ള ഷാലോ ഫൗണ്ടേഷന് എന്തുവാ ഇത് താങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല, ഏത് ഈ മേളിൽ നിന്നുള്ള പിയറിൻ്റെ ലോഡ്. അപ്പം ഈ ഷാലോ ഫൗണ്ടേഷനായിട്ട് വെക്കാൻ പോയാൽ ഈ ബ്രിഡ്ജസിൻ്റെ കടിയിൽ, അപ്പോൾ അതിന് പകരം നമ്മൾ ഡീപ്പ് ഫൗണ്ടേഷൻ വെക്കും. അതിൻ്റെ 3 എണ്ണമാണ് ഞാൻ എത്താനുള്ള പൈല്, പിയേഴ്സ്, കേസൻസ്. ഓക്കെ, പിയേഴ്സ് എന്താണെന്ന് ഞാൻ ജസ്റ്റ് വായിച്ചിരും ബിക്കോസ് അത് ഇമ്പോർട്ടൻ്റ് അല്ല. കേസൻസ് എന്നായിരിക്കും കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ്. A drilled pier is a large diameter concrete cylinder built in the ground. For construction of a drilled pier, a large diameter hole is drilled in the ground and subsequently filled with concrete. The difference between a drilled pier and a bored pier is basically of size. Generally, a bored piers are of diameter less than or equal to 0.6. The shafts of size greater than 0.6 are generally designed as drilled piers. ഓക്കെ, ഇത് ജസ്റ്റ് ബേസിക്കലി ഈ വാല്യൂസ് മാത്രം ഓർത്തിരുന്നാൽ മതി, അങ്ങനെ ചോദിച്ചാൽ തന്നെ. അപ്പോൾ അത്ര അതിൽ നിന്ന് ചോദിക്കത്തുള്ളൂ. ഓക്കെ, കമ്പോണൻസ് ഓഫ് വെൽ ഫൗണ്ടേഷൻ. ഇപ്പോൾ വെൽ ഫൗണ്ടേഷൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിനിലുള്ളത് ബോട്ടം പ്ലഗ്, കട്ടിംഗ് എഡ്ജ്, കേർബ്, പിന്നെ സ്റ്റീനിങ്, ടോപ്പ് പ്ലഗ്, വെൽ ക്യാപ്പ്, പിയർ. എന്തായാലും ബ്രീഫായിട്ട് ഞാൻ പറയാം, എന്നിട്ട് അതിൻ്റെ ഡെഫിനിഷൻസ് വായിച്ചിട്ട് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ പോലെയും പറയാം. ആക്ച്വലി ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഇതുള്ളപ്പം മറ്റേ കേസൻ ലാൻഡ് ചെയ്യുന്ന സമയത്ത്, കേസൻ ശരിക്കും വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ, ഇപ്പം ഇങ്ങനെ വെള്ളത്തിനടിയിലുള്ളൊരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഈ പിയറിൻ്റെ അടിയിലാണ് നമ്മൾ ഈ കേസൻ വെക്കുന്നത്. അപ്പോൾ ഈ കേസിൻ്റെ മുകളിൽ നമുക്ക് ഒരു RC സ്ലാബ് വെക്കും. ബിക്കോസ് നമ്മളിപ്പോൾ പൈൽ ഫൗണ്ടേഷൻ ഇത് കഴിഞ്ഞ് പഠിക്കുന്ന സമയത്താണെങ്കിലും മനസ്സിലായത് ഒരു പെർട്ടിക്കുലർ RC സ്ലാബിൻ്റെ മുകളിലായിരിക്കും ഈ പറഞ്ഞ കോളം വെക്കുന്നത്. അതിൻ്റെ അടിയിലായിരിക്കും പിയേഴ്സ് അല്ലെങ്കിൽ പൈൽസ് അല്ലെങ്കിൽ ഇതുപോലത്തെ കേസിന് ഏത് സാധനം വെക്കുന്നുണ്ട്. മീൻസ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്തൊരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിന് മുകളിലൊരു പൈൽ ക്യാപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിന് മുകളിൽ കോളംസ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കേസിനായിരിക്കും ഉള്ളത്. ഇപ്പോൾ ഇതൊരു ഗ്രൗണ്ട് സർഫസ് ആണെന്ന് കരുതിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും സാധനം നിൽക്കുക. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്രിഡ്ജിൻ്റെ ഡെക്ക്. ഓക്കെ, അപ്പോൾ കേസ് ശരിക്കും അത് ഇൻസേർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ഗ്രൗണ്ട് സർഫസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ ഇതുപോലെ വെച്ച് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് എഡ്ജ് കാണും ഈ എൻഡിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കാരണം ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങി വരും. ഓക്കെ, എന്നിട്ട് ഇത് ഇറങ്ങി വന്നിട്ട് ലാസ്റ്റ് ഫോർ എക്സാമ്പിൾ ഇതുപോലെ സോയിലിൻ്റെ അടിയിൽ നമുക്ക് വേണ്ട അത്രയും ഡെപ്തിലെത്തിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ അതിൻ്റെ വേണ്ട അത്രയും റിയാക്ഷൻ താഴെയും തരുന്നുണ്ട്, അത് മുകളിലത്തെ ലോഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫോഴ്സ് താഴെയും തരുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ താഴോട്ട് ഇറക്കുന്ന സമയത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് ഇങ്ങനെ ഇപ്പോൾ താഴോട്ട് ഇറക്കിയെന്ന് വെച്ചോ,
ഇറക്കുന്ന സമയത്ത് ഇവിടെ നടുക്കൊരു സോയിൽ വേണം. അപ്പോൾ ഇവിടെ നിന്നുള്ളത് നമ്മളിങ്ങനെ പുറത്തോട്ട് ഡ്രഡ്ജ് ചെയ്യും. വെള്ളവും സോയിലൊക്കെ ഇവിടെ നിന്ന് പുറത്തോട്ട് നമ്മൾ ഡ്രഡ്ജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ലാസ്റ്റ് ഫൈനൽ ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ എല്ലാം സോയിൽ കാണും. ഈ പുറത്തുള്ള സൈഡിലെല്ലാം സോയിൽ കാണും. അകത്തൊന്നും അല്ലെങ്കിൽ ഞാൻ ഫിഗർ വെച്ചിട്ടാണ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിലെല്ലാം സോയിൽ കാണും. അകത്തും നമ്മളിതിനെ പുറത്തോട്ട് എടുത്തതുകൊണ്ട് സോയിൽ കാണില്ല അകത്ത്. എന്നിട്ട് നമ്മൾ അകത്ത് ഈ കട്ടിങ് എഡ്ജെല്ലാം കഴിയുമ്പോഴത്തേക്കും അതിൽ വേറെ കാര്യം ഓർക്കാൻ നോക്കി, കട്ടിങ് എഡ്ജ് ഈ ഭാഗമില്ലേ അത് നല്ല ഇതായിരിക്കും, ഷാർപ്പ് അല്ലെങ്കിൽ പോയിൻ്റ് ആയിരിക്കും. സോ ദാറ്റ് പോയിൻറ്റും പിന്നെ ഹാർഡും ആയിരിക്കും. ബിക്കോസ് അതിൻ്റെ ആ ഭാഗമാണ് ഈ സോയിലിനിങ്ങനെ സോയിലിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, നമ്മളിതിങ്ങനെ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അകത്തുള്ള ആൾക്കാർ ഈ ഏരിയയിൽ നമ്മളീ പറഞ്ഞ പോലെ കോൺക്രീറ്റ് എങ്ങാനും എടുത്ത് പ്ലഗ് ചെയ്യുന്ന പറയും. ബോട്ടം പ്ലഗ് എന്ന് പറയുന്നത് അകത്തോട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്യും, മീൻസ് പ്ലഗ് ചെയ്യും. ഞാൻ ഈ നേരത്തെ വരച്ചേക്കുന്ന ഓർഡറിൽ തന്നെ ആയിരിക്കും സാധനം ഇരിക്കുന്നത്. ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ്, അതിൻ്റെ സെക്ഷനാണ് ഇങ്ങനെ ഫിഗറായിട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തോട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ മണ്ണ് നിറയ്ക്കും. അതിൻ്റെ മുകളിൽ ഒരു ടോപ്പ് പ്ലഗ് കോൺക്രീറ്റ് ആയിട്ട് വെക്കും. പിന്നെ ഒരു ആർസി സ്ലാബ്. ഇങ്ങനെയാണ് ഈ സ്ട്രക്ചർ ഇരിക്കുന്നത്. ബാക്കി ബ്രീഫായിട്ട് ഇത് ഓരോരോ മീൻസ് എന്താ പറയുക കമ്പോണൻസിൻ്റെ ഫങ്ഷൻസ് നമുക്ക് നോക്കാം. Cutting edge. The function of the cutting edge is to facilitate easy penetration or sinking into the soil to a desired depth. As it has to cut through the soil. It should be as sharp as possible and strong enough to resist the high stresses to which it is subjected during sinking process. Hence, it is usually consists of an angle iron or without an additional plate of structural steel. ഓക്കെ, അപ്പോൾ അതായത് ഒരു സ്റ്റീലിൻ്റെ ഒരു പ്ലേറ്റോ അങ്ങനത്തെ വല്ലതായിരിക്കും ഈ ഒരു എഡ്ജ് ഭാഗത്ത് കൊടുക്കുന്നത്. സ്റ്റീനിങ് എന്ന് പറയുന്നത് ഈ സൈഡിലുള്ള ഭാഗമാണ്. വെൽ സ്റ്റീനിങ് ഇസ് ദ മെയിൻ ബോഡി ഓഫ് ദ വെൽ concrete occasionally. The thickness of the steining is made uniform throughout its depth. അതായത് ഈ thickness യൂണിഫോം ആയിരിക്കും. മെറ്റീരിയൽ നേരത്തെ പറഞ്ഞ് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ആകാം. പിന്നെ കേവ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഈ കട്ടിങ് എഡ്ജിൻ്റെ തൊട്ട് മുകളിലുള്ള ഭാഗമാണ്. The lower wedge-shaped portion of the well steining is called the well curve. The curve facilitates the process of sinking. It is usually made of reinforced concrete as it is subjected to severe stresses during the sinking process. അതായത് ഈ കട്ടിങ് എഡ്ജിനെ ഈ പറഞ്ഞ സ്റ്റീനിങ്ങോട് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ദ ബോട്ടം പ്ലഗ്. ആഫ്റ്റർ ദ വെൽ ഇസ് സങ്ക് to the required depth, the base of the well is plugged with concrete. അതായത് നമ്മൾ ഏതെങ്കിലും സിങ്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അകത്തുള്ള മണ്ണെല്ലാം നമ്മൾ പുറത്തോട്ട് ഡ്രഡ്ജ് ചെയ്തെടുക്കും. അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകംഭാഗം നമ്മൾ ബോട്ടം പാർട്ട് കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യും. അതിനാണ് ബോട്ടം പ്ലഗ് ചെയ്യുക എന്ന് പറയുന്നത്. It transmits the load to the subsoil. അതായത് സൈഡ് മീൻസ് ആ മെയിൻ ലോഡ് ട്രാൻസ്ഫർ ആയി പോകുന്നു. മീൻസ് സെൻട്രിൽ കൂടെ ആയിരിക്കുമല്ലോ. സാൻഡ് മീൻസ് നമ്മൾ ഈ ഫിഗറിനകത്ത് പറയുമ്പോഴത്തേക്കും RC സ്ലാബിലോട്ട് ലോഡ് വരും, അവിടെ നിന്ന് ടോപ്പ് പ്ലഗിലോട്ട് വരും. പിന്നെ ഈ സാൻഡ് ഫില്ലിൽ നിന്ന് ഈ ഭാഗമാണ് മെയിൻ ട്രാൻസ്ഫർ ഓഫ് ലോഡ് നടക്കുന്നത്, ഈ പ്ലഗിൻ്റെ അവിടെ, ബോട്ടം പ്ലഗിൻ്റെ അവിടെ. പിന്നെ വെൽ ക്യാപ്പ്. ദ വെൽ ക്യാപ്പ് സെർവ്സ് ആസ് എ ബെയറിംഗ് പാഡ് ടു ദ സൂപ്പർ സ്ട്രക്ചർ വിച്ച് may appear or abutment. It distributes the superstructure's load to the well steining uniformly. അതായത് ഈ പറയുന്ന ക്യാപ്പ് എന്ന് പറഞ്ഞ ഭാഗം ഇതിൻ്റെ മുകളിലുള്ള ലോഡ് ഈ സ്റ്റീനിങ് വഴി താഴോട്ട്, സ്റ്റീനിങ്ങും അല്ലെങ്കിൽ ടോപ്പ് പ്ലഗ് വഴി താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. പിന്നെ സാൻഡ് ഫില്ലിംഗ് എന്നൊക്കെ പറഞ്ഞില്ലായിരുന്നു. ദ മെയിൻ purpose of sand filling is to provide the stability of well by increasing the weight and to reduce the tensile stresses caused at the base by the bending moment. However, the sand cannot be dependent for transmitting the weight of the piles to the bottom plug and therefore it does not contribute towards the structural strength of the way. അതായത് ഈ സാധനം ഇപ്പോൾ സാൻഡ് ഫില്ലിന് വരും, നമ്മൾ ശരിക്കും ഈ സ്ലാബ് RC സ്ലാബിലോട്ട് ലോഡ് വരും. അവിടെ നിന്ന് ഇപ്പം ലോഡ് ട്രാൻസ്ഫർ വരച്ച് കാണിക്കാനാണെങ്കിൽ മുകളിൽ നിന്ന് ലോഡ് വരും, അത് ഈ RC സ്ലാബ് ത്രൂ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ നിന്ന് ഈ പറയുന്ന ബോട്ടം പ്ലഗിലോട്ട് ട്രാൻസ്ഫർ ആകും. ശരിക്കും പറഞ്ഞാൽ ഈ പാർട്ട് ലോഡ് ട്രാൻസ്ഫറിന് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ എംറ്റി ആയിട്ട് ഇടാൻ പോയാൽ പിന്നെ ആണെങ്കിൽ മറ്റേ ഈ അതൊരു എന്താ പറയുന്ന മീൻസ് നമുക്കൊരു സ്റ്റെബിലിറ്റി കിട്ടത്തില്ല. ബിക്കോസ് സാധനത്തിന്
ഇപ്പം പറഞ്ഞല്ലോ ഒരു ഹോളോ സാധനത്തിനേക്കാളും കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും അകത്ത് എന്തെങ്കിലും ഫില്ല് ചെയ്തൊക്കെ സാധനം. ഫോർ എക്സാമ്പിൾ ഗ്ലാസ്സിനകത്ത് വെള്ളം നിറയ്ക്കുമ്പോൾ തന്നെ എം ടി ഗ്ലാസ് മീൻസ് തട്ടി താഴെയിടാനാണ് എളുപ്പം വെള്ളം നിറച്ച ഗ്ലാസ്സിനേക്കാളും. ബിക്കോസ് കുറച്ചുകൂടെ എക്സസ് വെയിറ്റ് വരും, അതിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും ആ വെയിറ്റ് കാരണം. അതാണ് ഒരു നേരത്തെ പറഞ്ഞേക്കുന്നത്. പിന്നെ ഡ്രഡ്ജിങ് ഹോൾ. The well is sunk by excavating the soil from within the well. The hole formed due to the excavation of soil is called the dredging hole. The dredging hole is later filled with sand. അതായത് ഈ സൈഡിലുള്ള വെള്ളം ഇങ്ങനെ മീൻസ് ഈ വെൽ ഫൗണ്ടേഷൻ താഴോട്ട് ഇറക്കി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സൈഡിലുള്ള സോയിൽ എല്ലാം കൂടെ നമ്മൾ പുറത്തോട്ട് ഡ്രഡ്ജ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, ആ ഡ്രഡ്ജ് ചെയ്ത ഗ്യാപ്പൊക്കെ നമ്മൾ പിന്നെ മണ്ണ് കൊണ്ട് നിറയ്ക്കും. ടോപ്പ് പ്ലഗ്. ആഫ്റ്റർ ദ വെൽ ഫൗണ്ടേഷൻ is sunk to the desired depth, the inside of the well is filled with sand, either partly or fully. The top plug of concrete is placed. This is known as top plug. The well cap provides well cap provides contact to the to the cap and the sand filling and helps in transferring the load. Okay, അത്രേ ഉള്ളൂ. പിന്നെ മെത്തേഡ്സ് ടു റെക്ടിഫൈ ടിൽറ്റ്സ് ആൻഡ് ഷിഫ്റ്റ്സ്. അതായത് ഈ സാധനം താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഇപ്പം എന്താ പറയുക, ഈ വെല്ലിങ്ങനെ താഴോട്ട് ഇപ്പം ഇത് ഫുൾ വെല്ലാന്ന് അസ്യൂം ചെയ്തു, ഇങ്ങനെയാണ് ആക്ച്വലി ഇരിക്കുന്നത്. പക്ഷെ ഞാൻ പെട്ടെന്ന് മനസ്സിലായി ഇത് വേണമെങ്കിൽ ഇങ്ങനെ ടിൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ ടിൽറ്റ് ആവാൻ ചാൻസ് എന്തുവാ, ഈ ഒരു സൈഡിലെ മണ്ണ് ഈ സൈഡിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ കമ്പൾസീവ് ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ ലെയറിൻ്റെ ഇടയ്ക്ക് വല്ല കല്ലോ അങ്ങനത്തെ ഒരു ഹാർഡ് സ്ട്രാറ്റം എങ്ങാനും കാണും. അങ്ങനത്തെ സിനാരി എന്തെങ്കിലും ടിൽറ്റ് ആവും. ഇങ്ങനെ ടിൽട്ടായിട്ട് ചിലപ്പോൾ ഈ സാധനം പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇനീഷ്യലി ഇങ്ങനെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്, പക്ഷേ കുറച്ച് താഴ്ന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഇത് ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട്, അതായത് ഇവിടുത്തെ മണ്ണിൻ്റെ ഈ ഏരിയയിലുള്ള മണ്ണ് ഇവിടത്തേക്കാളും ഹാർഡർ ആയിരിക്കും, ഈ ഭാഗത്തിനേക്കാളും ഹാർഡർ ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഷിഫ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ടിൽറ്റ് ഷിഫ്റ്റ് ഒക്കെ വരുന്നത് എങ്ങനെ റെക്ടിഫൈ ചെയ്യാന്നുള്ളത്. The following precautions must be taken to avoid tilts and shifts. Okay. Fine. The outer surface of the well curb and the steining should be regular and smooth. അതായത് പുറത്തുള്ള മീൻസ് ഞാൻ ഒരു ഫിഗറുടെ സൈഡിലൂടെ എളുപ്പമായിരുന്നു. അതായത് ഈ സൈഡ് എന്ന് പറയുന്നത് റെഗുലറും ആയിരിക്കും, ഈ സൈഡിലുള്ള ഭാഗം എന്ന് പറയുന്നത് റെഗുലർ സ്മൂത്തും ആയിരിക്കണം. റെഗുലർ സ്മൂത്തും അല്ലെങ്കിൽ എന്ത് പറ്റും, അവിടെ കൂടുതൽ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടുതൽ റഫ് മീൻസ് ഫ്രിക്ഷൻ എങ്ങാനും ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സൈഡ് സ്മൂത്തായിട്ട് താഴും. ഇപ്പം ഇടത് ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടി സ്മൂത്ത് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടി എളുപ്പം താഴും റൈറ്റ് സൈഡിനേക്കാളും. അപ്പോൾ ടിൽസ് ഉണ്ടാവും. The diameter of the curve should be kept about 4 to 8 centimeters larger than the outer diameter of the steining, and the well should be symmetrically placed. അതായത് ഈ എന്താ പറയുക, ഈ കേർബ് എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുമല്ലോ, അതായത് ഇത് കട്ട് ചെയ്യുന്ന ഭാഗം ഈ സാധനം എന്ന് പറയുന്നത് കുറച്ച് കൊണ്ട് പുറത്തോട്ട് തള്ളിയിരിക്കണം. അപ്പോൾ തള്ളിയിരിക്കുമ്പോൾ എന്താ ഗുണം ഉണ്ടാകുന്നത് വെച്ചാൽ ഈ പറയുന്ന സ്റ്റീനിങ്ങിൻ്റെ മുകളിൽ അത്രയും ഫ്രിക്ഷൻ വരത്തില്ല. അപ്പം അൺവാണ്ടഡ് മീൻസ് എന്താ പറയുന്നത് എന്താ പറയുക കോണ്ടാക്ട്സ് ഉണ്ടാകത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ. ഇപ്പം എന്താ ഇവിടെ മാത്രമായിരിക്കും മെയിൻ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട്സ്, ഈ സൈഡിലൊന്നും കോണ്ടാക്ട്സ് കുറവായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും അൺവാണ്ടഡ് കോണ്ടാക്ട്സ് കാരണം അങ്ങോട്ട് ടിൽറ്റോ ഷിഫ്റ്റോ ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. പിന്നെ സിമെട്രിക്കലി പ്ലേസ്, അതായത് ഇച്ചിരി വെക്കുമ്പോൾ തന്നെ ഇച്ചിരി ചരിച്ച് വെക്കാൻ പോയാൽ അത് മീൻസ് സിങ്ക് ആവുന്നതും ചരിഞ്ഞായിരിക്കുമല്ലോ, അപ്പോൾ സിമെട്രിക്കലി പ്ലേസ് ചെയ്യണം. ദ കട്ടിംഗ് ഹെഡ് ഷുഡ് ബി യൂണിഫോം ഓൺ ഓൾ സൈഡ്സ് ഇൻ എ സർക്കുലർ വെൽ ആൻഡ് ഇൻ ബോത്ത് പോക്കറ്റ്സ് ഓഫ് ദ ട്വിൻ വെൽ. അതായത് ഈ പറയുന്ന വെല്ല് തന്നെ പല ഷേപ്പിലുണ്ട്, അത് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ കട്ടിങ് എഡ്ജ്, അതായത് ഈ കട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം എന്ന് പറയുന്നത് യൂണിഫോം ആയിരിക്കണം. ഒരു സ്ഥലത്ത് ഇച്ചിരി കട്ടി കൂടുതൽ, ഒരു സ്ഥലത്ത് ഇച്ചിരി കട്ടി കുറവെന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കട്ടിങ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇത് മീൻസ് അകത്തോട്ട് കട്ട് ചെയ്ത് കയറി പോകുന്നത് വേരി ചെയ്യും. അപ്പോൾ അതനുസരിച്ചിട്ടൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതായത് ഒരു മീൻസ് ഇപ്പോൾ പിച്ചാത്തിന് തന്നെ ഒരു സർക്കുലർ റിങ് പോലത്തെ ഒരു പിച്ചാത്തിയാന്ന് വെച്ചോ, ഒരു റിങ്, ആ റിങ്ങിൻ്റെ ഒരു സൈഡിൽ ഇച്ചിരി മീൻസ് ഒരു സ്ഥലത്തുള്ള തിക്നെസ് കൂടുതൽ, ഒരു സ്ഥലത്ത് തിക്നെസ് കുറവാണെങ്കിൽ നമ്മൾ മണ്ണിലോട്ട് കുത്തുമ്പോഴത്തേക്കും തിക്നെസ് കുറവുള്ള സൈഡ് പെട്ടെന്ന് അകത്തോട്ട് കയറി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ മീൻസ് യൂണിഫോം അല്ലെങ്കിൽ ചെറിയ വേരിയേഷൻ വരും. Tilts and shift must be carefully checked and properly recorded. It is not possible to specify the permissible limits of tilts and shifts. IS code recommends that tilt should be generally limited to 1 in 60 and shift should be restricted to 1% of the depth sunk.
In case they exceed the above limits, the following measures can be taken to rectify. അതായത് 1/60 എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡെപ്തും ലാറ്ററൽ മൂവ്മെൻറ്റും ആണ്. അപ്പം ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ഫുൾ ഡീറ്റെയിൽ എന്തായാലും പറഞ്ഞു പോയതിന് ശരിക്കും പറഞ്ഞേക്കാം. അതായത് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത്രയും ഡെപ്ത് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ടിൽറ്റ് ഇപ്പം 1/60 എന്ന് പറഞ്ഞ രീതിയിലായിരിക്കണം. ഓക്കെ, അതായത് ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ സാധനം ടിൽറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ് ടിൽറ്റ് ആവുന്നത് വെച്ചോ, അതിൻ്റെ വേർട്ടിക്കൽ ഇതാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഷിഫ്റ്റ്. മീൻസ് ആംഗിൾ മീൻസ് ഡിസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് 1/60 എന്ന രീതിയിലായിരിക്കണം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ 1%, അതായത് 100 മീറ്റർ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ 1 മീറ്ററിൽ കൂടുതൽ ഒരു സൈഡിലോട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കരുത്. അതാണ് അവർ 1% ഷിഫ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് മീൻസ് കറക്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ. റെഗുലേഷൻ ഓഫ് ഗ്രാബിംഗ്. To rectify the tilt, the higher side is grabbed more by regulating the dredging. However, this method is effective in initial stage of sinking. In case of tilted wells, dredging does not work satisfactorily. In such a case, a hole is made in the steering on the higher side, and rope of the grab is pulled through the hoot. Thus, dredging with the hooking is done. അതായത് ഇതിങ്ങനെ ടിൽറ്റായി പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സാധനം തന്നെ ചരിഞ്ഞിരിക്കുകയെന്ന് വെച്ചോ, ചരിക്കാൻ പറ്റില്ല, അപ്പോൾ ചരിഞ്ഞിരിക്കുകയാണെന്ന് വെച്ചോ. അപ്പോൾ ഈ സൈഡ് പൊങ്ങിയിരിക്കുന്നത്, ഈ സൈഡ് താന്നിരിക്കുകയെന്ന് വെച്ചോ. വരയ്ക്കാനാണെങ്കിൽ അതായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് മറ്റേ യൂണിഫോം ആക്കാൻ വേണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഇവിടുത്തെ മണ്ണ് കൂടുതൽ ഡ്രഡ്ജ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് എങ്ങനെ ഈ സൈഡ് കുറച്ചുകൂടെ താഴോട്ട് താഴും. അല്ലെങ്കിൽ പിന്നെ ഈ ഹയർ സൈഡിനെ പിടിച്ചിട്ട് നമ്മൾ ഹുക്ക് ചെയ്തിട്ട് ഇങ്ങനെ വലിക്കും. അപ്പോൾ വലിക്കുന്ന സമയത്ത് എന്തുവാ, ഈ സാധനത്തിന് ഇങ്ങനെ തിരിയാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു മെത്തേഡ്, eccentric loading. To provide greater sinking effort on the higher side, eccentric loading is applied by adjusting the cartilage. Cartilage എന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലുള്ള സ്ട്രക്ചർ അല്ലെങ്കിൽ ലോഡിംഗ് മെക്കാനിസം. A suitable platform is constructed on the higher side for this purpose. As a sinking process, heavier cartilage with greater eccentricity would be required to rectify the shift. ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇപ്പോൾ ടിൽറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് കൂടുതൽ ലോഡ് കൊടുക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ താഴോട്ട് താഴാൻ വേണ്ടി നമ്മളിവിടെ വേറെ എന്തെങ്കിലും സ്ട്രക്ചർ എങ്ങനെ പണിതിട്ട് ഇവിടെ കൂടുതൽ ചാക്കെങ്ങാനും വെച്ചിട്ട് ലോഡ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സൈഡ് കുറച്ചുകൂടി താഴും. അപ്പോൾ അത് ആ ടിൽറ്റ് എഫക്റ്റ് തിരിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത് റെക്ടിഫൈ ആയിപ്പോൾ. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ വാട്ടർ ജെറ്റിംഗ്. If the water jets are applied on the outer surface of the well on the higher side, the side friction is reduced and the tilt is rectified. ഓക്കെ, ഞാനെല്ലാം വരച്ച് കാണിക്കാൻ പോയ സമയം. ഓക്കെ, ഇനി കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ മാത്രം വെള്ളം അടിക്കും. വെള്ളം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ മണ്ണൊക്കെ ലൂസാവും. അതുകൊണ്ട് തന്നെ ഈ ഭാഗം കുറച്ചുകൂടി താഴോട്ട് താഴും. എക്സ്കവേഷൻ ഉണ്ട് കട്ടിംഗ് എഡ്ജ്. അതായത് ഈ കട്ടിംഗ് ഭാഗത്തിൻ്റെ അടിയിലുള്ള ടിൽറ്റഡ് വെൽ in a hard clay stratum does not straighten due to unbroken hard stratum on the higher side. If the dewatering of the well is possible, open excavation is done under the cutting edge. In case of dewatering is not possible, divers can be sent to loosen the strata. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനൊരു ടിൽറ്റ് ഉണ്ടെങ്കിൽ ഈ കട്ടിംഗ് എഡ്ജിൻ്റെ ഭാഗത്തുള്ള മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കളയുക. അല്ലെങ്കിൽ പറയുന്ന പോലെ ഇപ്പം എന്താ പറയുക, ഈ കടലടിയിലൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തുള്ള മണ്ണൊക്കെ ഡൈവേഴ്സിന് വെച്ചിട്ട് ഈ സാൻഡ് ലൂസും ചെയ്യും. അപ്പോൾ അത് കുറച്ചുകൂടി താഴോട്ട് പോകാൻ വേണ്ടി. ഇൻസേർട്ടിങ് വുഡൻ സ്ലീപ്പേഴ്സ് അണ്ടർ ദ കട്ടിംഗ് എഡ്ജ്. അതായത് സംടൈംസ് വുഡൻ സ്ലീപ്പേഴ്സ് ആർ ഇൻസേർട്ടഡ് ടെമ്പറലി. ഞാൻ വരച്ച് കാണിക്കാം. അതായത് ഇപ്പം ഈ സൈഡ് കൂടുതൽ താഴുമെന്ന് വെച്ചോ. ഇപ്പോൾ ഇവിടെ രണ്ടിടത്തും കട്ടിംഗ് എഡ്ജ് ആണല്ലോ ഉള്ളത്, ഷാർപ്പായിട്ടുള്ള കട്ടിംഗ് എഡ്ജാണ്. അപ്പം ഈ കൂടുതൽ താഴ്ന്നിരിക്കുന്ന ഏരിയയുടെ അടിയിൽ നമ്മൾ വുഡൻ സ്ലീപ്പേഴ്സ് വെക്കും, അല്ലെങ്കിൽ തടിയുടെ കഷ്ണങ്ങൾ. അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തുവാ, കുറച്ചുകൂടെ ഹയർ മീൻസ് പ്രഷർ കുറയും, ഇവിടെ കട്ടിങ് എഫക്റ്റ് കുറയും, പക്ഷെ ഇവിടുത്തെ കട്ടിങ് എഫക്റ്റ് കൂടും. അപ്പോൾ ലോഡ് ഇനിയും കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ഭാഗത്തിനേക്കാളും കൂടുതൽ താഴും. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഈ ടിൽറ്റ് റെക്ടിഫൈ ആവും. അതിനാണ് ഇൻസേർട്ടിങ് വുഡൻ സ്ലീപ്പേഴ്സ് അണ്ടർ ദ കട്ടിംഗ് എഡ്ജ് എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത്. Sometimes wooden sleepers are inserted temporarily below the cutting edge on the lower side
to avoid further tilt. Alternatively, a hook is inserted below the cutting edge on the lower side and pulled with the wire rope and kept straightened. അല്ലെങ്കിൽ പറഞ്ഞ പോലെ ലോവർ സൈഡിൽ ഒരു ഹുക്ക് കെട്ടിയിട്ട് മുകളിലോട്ട് വലിച്ചു വെക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ താന്നിരിക്കുന്ന ഭാഗം ഈവനായിട്ട് ഇരുന്നോളും ഫർദർ ലോഡിങ്ങിൽ. പുള്ളിങ് ദ വെൽ. പുള്ളിങ് ദ വെൽ എന്ന് പറയുന്നത് ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് സിങ്കിങ്, പുള്ളിങ് ദ വെൽ ടുവേർഡ്സ് ദ ഹയർ സൈഡ് by placing one or more steel ropes around the well with vertical sleepers packed in between. Distribute the pressure over a larger area of the well steering is quite effective. അതായത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്ന സാധനത്തിന് ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഈ സൈഡിലോട്ട് പുള്ളി, അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ടിൽറ്റായിട്ട് ഇതിങ്ങനെ നേരെ വന്നോളും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സ്റ്റീനിങ് ദ വെൽ. ദ വെൽ ഇസ് stressing the well എന്നത്. The well is strut on tilted side with suitable locks. എനിക്ക് ആ വേർഡ് ഒന്നും മനസ്സിലായില്ല. ഓക്കെ ഫൈൻ. With suitable locks of wood to prevent further tilt. The well steering is provided with sleepers to distribute the load from the stern. The other ends of the locks rest against the firm and non-yielding base having driven piles. എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ വുഡിൻ്റെ സിമിലർ ആയിട്ടുള്ള കേസാന്ന് തോന്നുന്നു, ലോക്സ് അതിൻ്റെ ഏരിയയിലോട്ട് വെക്കുന്നത്. പുഷിംഗ് ദ വെൽസ് ബൈ ജാക്സ്. അതായത് ദ ടിൽറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ പുഷിംഗ് ദ വെൽസ് വിത്ത് സൂട്ടബിൾ അറേഞ്ച്മെന്റ്സ് ത്രൂ മെക്കാനിക്കൽ ആൻഡ് ഹൈഡ്രോളിക് ജാക്സ്. ഇൻ ദിസ് മെത്തേഡ് ദ tilted well being pushed by jack resists against the vertically sunk well. അതായത് എന്താ പറയുക, പിന്നെ ടിൽറ്റഡ് ആയിട്ടുള്ള ബെല്ലുണ്ടെങ്കിൽ ഇവിടെ ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ പുഷ് ചെയ്യും. ഇങ്ങനെ പുഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ടിൽറ്റായിട്ട് നേരെ നിൽക്കും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതോടെ മൊഡ്യൂൾ 4 കഴിഞ്ഞു.